ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലാണ് ധനമന്ത്രി കെ മാണി 298.47 കോടി രൂപയുടെ അധിക ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയത്. KSRTCക്ക് പ്രതിസന്ധി മറികടക്കാൻ 100 കോടി രൂപ അനുവദിച്ചടക്കം ചില ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ട്. മത്സ്യ, കൈത്തറി, കശുവണ്ടി, ഈറ്റ തൊഴിലാളികളുടെ പ്രതിമാസ പെൻഷൻ 400-ൽ നിന്ന് 500-ആയി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പുതിയ 12 താലൂക്കുകൾ എന്ന നിർദ്ദേശവും പ്രഖ്യാപനത്തിലുണ്ട്. മഞ്ചേശ്വരം, ഇരിട്ടി, താമരശ്ശേരി, വെള്ളരിക്കുണ്ട്, പട്ടാമ്പി, ചാലക്കുടി, കാട്ടാക്കട, വർക്കല, കോന്നി, പത്തനാപുരം, കൊണ്ടോട്ടി, ഇടുക്കി എന്നിവയാണ് കെ മാണി പുതുതായി പ്രഖ്യാപിച്ച താലൂക്കുകൾ. മത്സ്യത്തൊഴിലാളി കടാശ്വാസ പദ്ധതിക്ക് 50 കോടി രൂപ, 50 പഞ്ചായത്തുകളിൽ ജനകീയ ടൂറിസം പദ്ധതിക്ക് 3 കോടി, കൺസ്യൂമർ ഫെഡിന് 10 കോടി രൂപ, കടൽ സുരക്ഷാ പദ്ധതിക്ക് 4.5 കോടി രൂപ എന്നിവയും പുതിയ പ്രഖ്യാപനങ്ങളിൽപ്പെടും. കോളേജുകളില്ലാത്ത 22 നിയോജക മണ്ഡലങ്ങളിൽ പുതിയ കോളേജുകൾ സ്ഥാപിക്കും. കണ്ണൂരിൽ ഹാൻഡ്ലൂം പാർക്കിനായി 50 ലക്ഷം രൂപയും പുതിയ പ്രഖ്യാപനത്തിൽപ്പെടും. കാസർഗോഡ് ജില്ലയ്ക്കായി പ്രഭാകരൻ കമ്മീഷൻ തയ്യാറാക്കിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള കമ്മി നികത്താൻ 15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രികൾക്ക് മുകളിലുള്ള ആശുപത്രികളിൽ സൗജന്യ മരുന്ന് വിതരണത്തിനായി 25 കോടി രൂപ, പഞ്ചായത്തുകൾക്ക് ഡാറ്റാ ബാങ്ക് രൂപീകരിക്കാൻ 8 കോടി, അഴീക്കോടിൻ്റെ വീട് സ്മാരകമാക്കി ഏറ്റെടുക്കാൻ 10 ലക്ഷം രൂപ, കേരള പോലീസ് അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയവയും പുതിയ പ്രഖ്യാപനങ്ങളിൽപ്പെടും.